ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നമ്മൾ പുതിയൊരു ക്വാർട്ടറിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ പുതിയ ക്വാർട്ടറിലെ പാഠം പഠിക്കുന്നതിനായിട്ട് ഈ ക്വാർട്ടറിൽ നമ്മളുടെ പാഠത്തിൻ്റെ തലക്കെട്ട് ഗോസ്പൽ ഓഫ് ജോൺ ആണ്. യോഹന്നാൻ്റെ സുവിശേഷമാണ് നമ്മൾ പഠിക്കുന്നത്. പഠിക്കുവാനായിട്ട് ഒന്നാമത്തെ പാഠത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ നമ്മുടെ മാർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ പഠിച്ചപ്പോൾ അത് നമുക്ക് വേണ്ടി ആ പാഠങ്ങൾ റെഡിയാക്കിയത് തോമസ് ആർ ഷെപ്പേർഡ്. അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും ഈ പാഠവും യോഹന്നാൻ്റെ സുവിശേഷവും ഇദ്ദേഹം തന്നെയാണ് റെഡിയാക്കിയിരിക്കുന്നത്. തോമസ് ഷെപ്പേർഡ് ആൻഡ്രൂസ് യൂണിവേഴ്സിറ്റിയിലെ സെവന്ത്-ഡേ അഡ്വെന്റിസ്റ്റ് ദൈവശാസ്ത്ര സെമിനാരിയിലെ പുതിയ നിയമത്തെക്കുറിച്ചുള്ള ഗവേഷണം നടത്തുന്ന ആളും അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന അദ്ദേഹവുമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ വിഷയങ്ങൾ, പുതിയ നിയമത്തിലെ ഈ വിഷയങ്ങളിൽ വളരെയധികം പ്രാവീണ്യം ഉണ്ടാവും. അപ്പോൾ ദൈവം നമ്മളിന്ന് പാഠങ്ങൾ പഠിക്കുവാനായിട്ട് ആരംഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് കൂടെ ഇരുന്ന് എല്ലാം ശരിയായി ഗ്രഹിക്കുവാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നാമത്തെ പാഠമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഇന്ന് നമുക്ക് പാഠപഠനത്തിൽ എന്നോടൊപ്പം മറ്റൊരു അതിഥി കൂടെ ഉണ്ട്. എനിക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതിൽ വളരെ സന്തോഷമുണ്ട്. മിസ്സിസ് ഷേർലി രാജു, സൗത്ത് വെസ്റ്റ് ഇന്ത്യ യൂണിയൻ്റെ എക്സാം കൺട്രോളറായിട്ട് ഇപ്പോൾ സേവനം ചെയ്യുകയാണ്. ഭർത്താവ് റിട്ടയർഡ് ലൈഫാണ്. മിസ്റ്റർ രാജു നമ്മുടെ സ്കൂളുകളിലെ ടീച്ചറായിരുന്നു. അതിലുപരിയായിട്ട് ഷേർലി മിസ്സിനെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ സൗത്ത് കേരള സെക്ഷൻ്റെയും അതിനുശേഷം കർണാടക സെക്ഷൻ്റെയും പ്രസിഡൻ്റായി സേവനം അനുഷ്ഠിച്ചിരുന്ന പാസ്റ്റർ ഫ്രാൻസിസിൻ്റെ മകളാണ് മിസ്സിസ് ഷേർലി രാജു. ഷേർലിയെ ഈ പാഠപഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഒന്നാമത്തെ പാഠത്തിൻ്റെ തലക്കെട്ടിങ്ങനെയാണ് വഴി സൂചിപ്പിക്കുന്ന അടയാളങ്ങൾ. അതിൽ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള മനപ്പാഠവാക്യം എന്ന് പറയുന്നത് ഷേർലി നമ്മളെ വായിച്ചു കേൾപ്പിക്കും. ഇന്നത്തെ നമ്മുടെ മനപ്പാഠവാക്യം, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റ് അനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവിടുത്തെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 30-31 വാക്യങ്ങൾ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അടിയങ്ങളെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ ഇന്ന് അടിയങ്ങളിരുന്ന് ഈ ശാബത്ത് സ്കൂൾ പാഠം പഠിക്കുമ്പോൾ അവിടുത്തെ ആത്മാവ് അടിയങ്ങളോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ഹൃദയങ്ങളെ അവിടെ നിന്ന് തുറന്നു ശരിയായി ഗ്രഹിക്കുവാൻ, എൻ്റെ ദൈവത്തെ കൂടുതലായിട്ട് അറിയുവാൻ എല്ലാവരെയും അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ യേശുവിൻ്റെ പുനഃനാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയുടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രധാന ഉദ്ദേശം, എന്തിനാണ് യോഹന്നാൻ ഈ സുവിശേഷം എഴുതിയത് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് നമ്മൾ മനപ്പാഠവാക്യത്തിൽ കണ്ടത്. യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവിടുത്തെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ആണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ സുവിശേഷം വായിക്കുന്നതിലൂടെ, പഠിക്കുന്നതിലൂടെ നമ്മൾ ദൈവത്തെ കൂടുതലായിട്ട് അറിയുവാൻ, ആ അറിവ് നമ്മളെ നിത്യജീവനിലേക്ക് നയിക്കും. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 17:3 അത് വായിക്കുന്നുണ്ട്. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അപ്പോൾ എല്ലാവരെയും നിത്യജീവനിൽ കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനായിട്ടാണ് ഈ പാഠവും ഈ സുവിശേഷവും യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി അടയാളങ്ങൾ യേശു ചെയ്തതായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. ഈ അടയാളങ്ങളെല്ലാം അതിശയ പ്രവൃത്തികളെയാണ് യോഹന്നാൻ അടയാളങ്ങൾ എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ ഇത് സാധാരണ വഴിയിൽ കാണുന്ന, വഴി കാണിക്കുന്ന, വഴികാട്ടിയായിട്ടുള്ള അടയാളങ്ങളല്ല, റോഡിലൊക്കെ വെച്ചിരിക്കുന്ന പോലത്തെ അടയാളങ്ങളല്ല. അതിലുപരിയായിട്ട് കൂടുതൽ ആഴമുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ചൂണ്ടിക്കാട്ടുന്ന അതിശയ സംഭവങ്ങൾ എന്നാണ് ഇതിനെ അർത്ഥമാക്കുന്നത്.
ഇപ്പോൾ വെറുതെ റോഡരികിൽ കാണുന്ന അടയാളങ്ങൾ പോലെയുള്ള അടയാളങ്ങളല്ല, പക്ഷെ അതിനെല്ലാം വലിയ അർത്ഥങ്ങളുണ്ട്. അത് വലിയ അർത്ഥത്തിലേക്ക് അത് വിരൽ ചൂണ്ടുകയും ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തെ ഒരു അടയാളം എന്ന് പറയുന്നത് കാനാവിലെ കല്യാണമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അത് 2-ാം അധ്യായം, യോഹന്നാൻ 2-ാം അധ്യായത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്, കാനാവിലെ കല്യാണം. അത് ഒരു നിമിഷം നമുക്ക് നോക്കാം. ഓക്കെ. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു വിവരണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 3-ാം നാൾ എന്ന് അർത്ഥമാക്കുന്നത്, അതിന് മുമ്പുള്ളത് നമ്മൾ വായിക്കുമ്പോൾ യേശു 1-ാം അധ്യായത്തിൽ യേശു അന്ത്രയോസിനെയും ഷീമോനെയും കാണുന്നു. അവർ യേശുവിൻ്റെ ശിഷ്യന്മാരായിത്തീർന്നു. യാക്കോബും യോഹന്നാനും ശിഷ്യന്മാരായിത്തീരുന്നു. പിന്നെ നഥനയേലിനെ കണ്ടുമുട്ടുന്നു, ഫിലിപ്പോസിനെ കണ്ടുമുട്ടുന്നു. ഇതെല്ലാം നമ്മൾ വായിച്ചു. അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസമാണിത്. ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. അത് ഗലീലയിലെ കാന എന്ന് പറയാൻ കാരണം അവിടെ 2 കാന ഉണ്ടായിരുന്നു. ഒന്ന് ഗലീല പ്രദേശം, ഗലീല എന്ന് പറഞ്ഞാൽ യഹൂദ ദേശത്തിൻ്റെ ഒക്കെ വടക്ക് ഭാഗത്തായിട്ടുള്ളതാണ് ഗലീല. നമ്മൾ കഴിഞ്ഞ ക്വാർട്ടറിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കൂടുതൽ സമയം യേശുവിൻ്റെ ശുശ്രൂഷ ഗലീലിയ പ്രദേശങ്ങളിലായിരുന്നു. അപ്പോൾ ഗലീലയിലെ ഒരു കാനാനുണ്ട്. ആ ഭാഗമെല്ലാം ആശേർ ഗോത്രത്തിൻ്റെ വകയായിരുന്നു. അവിടെയാണ് ഈ വിവാഹം നടക്കുന്നത്. പിന്നെ വേറൊരു കാന ഉള്ളത് സമാരിയ ദേശത്താണ്. സമാരിയ ദേശത്ത് ഒരു കാനയുണ്ട്. ആ കാനയിൽ അത് എഫ്രൈം ഗോത്രത്തിനുള്ള വകയായിരുന്നു ആ പ്രദേശം. അപ്പം അത് വ്യത്യാസം അറിയിക്കാനായിരിക്കും ഗലീലയിലെ കനായിൽ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഗലീലയിലെ കനായിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു അടയാളമായിട്ട് യേശു ചെയ്തതാണ്. ഈ അടയാളമെല്ലാം ചെയ്തതിന് എന്തിനാ? യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് എല്ലാവരും വിശ്വസിക്കുവാനും വിശ്വസിച്ചിട്ട് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും, അതായിരുന്നു യേശുവിൻ്റെ ഉദ്ദേശം. അങ്ങനെ യേശുവിനെ അനുഗമിക്കാനുള്ള തീരുമാനത്തിൽ യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ അതിശയം ശിഷ്യന്മാർക്ക് അനുകൂലമായി ഭവിച്ചു. യേശു ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നതാണെന്ന് അവർ അത് ശക്തമായി സാക്ഷ്യപ്പെടുത്തി. യേശു ദൈവമാണെന്ന് മനസ്സിലാക്കുവാൻ അവർ അപ്പോൾ പൂർണ്ണമായി ഒരുക്കപ്പെട്ടിട്ടുണ്ടാകില്ല ആ സമയത്ത്. പക്ഷേ ഈ ഒരു അത്ഭുതം അവരെ അതിന് ഇടയാക്കി തീർത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അത്ഭുതം മുഴുവനും ഞാൻ വായിക്കുന്നില്ല, കാരണം നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളത് വായിച്ച് മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ ഒരു താരതമ്യ പഠനമാണ്. കാരണം മോശയുടെ ദൗത്യവും യേശുവിൻ്റെ ദൗത്യവും ഒരുപോലെയുള്ള ദൗത്യമായിരുന്നു. അത് അതിൽ മിസ്സിന് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്, അവരുടെ രണ്ടുപേരുടെയും ദൗത്യത്തെക്കുറിച്ച്? ഓക്കെ. മോശയും യേശുവിനെയും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ രണ്ടുപേരും ഡെലിവറേഴ്സ് ആണ്, അല്ലെങ്കിൽ രക്ഷകന്മാരാണ്, വീണ്ടെടുപ്പുകാരാണ്. അവിടെ മോശ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന്, അവരുടെ ആ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച് കനാനിലേക്ക്, അക്ഷരീയ കനാനിലേക്ക് നയിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നു? മനുഷ്യരാശിയെ മുഴുവൻ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ രക്ഷിച്ച് സ്വർഗീയ കനാനിലേക്ക് നയിക്കുന്നതായ രക്ഷകനായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, മോശ ഇസ്രായേലിനെ വിടുവിച്ചത് പല അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും അകമ്പടിയോടെയാണ്. അതുപോലെ തന്നെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ നമ്മൾ നോക്കുമ്പോൾ യേശുക്രിസ്തു പല അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ മോശ ഇസ്രായേൽ മക്കളെ ആ ഈജിപ്തിൽ നിന്നും വിടുവിക്കുന്നതായ സമയത്ത് ആദ്യമായിട്ട് അവിടെ ദൈവം പല ബാധകൾ അയക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിൽ ആദ്യത്തെ ബാധയെന്ന് പറയുന്നത് നൈൽ നദിയിലെ വെള്ളം രക്തമാക്കി തീർത്തു. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളിൽ ഏറ്റവും ആദ്യം ചെയ്ത അത്ഭുതം എന്ന് പറയുന്നത്
പച്ചവെള്ളത്തെ, കനാവിലെ കല്യാണത്തിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുന്നതാണ്. അപ്പം അതൊക്കെ യേശുക്രിസ്തുവും മോശയുമായിട്ടുള്ള ചില കമ്പാരിസൺസ് ആണ്. അതുപോലെ നമ്മൾ ഇവിടെ ആവർത്തന പുസ്തകം 18-15 വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു. കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ ഒരു വാഗ്ദത്തമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും. അവൻ്റെ വചനം നിങ്ങൾ കേൾക്കണം. അപ്പോൾ അവിടെയും പറയുന്നത് എന്താണ്? മോശയെപ്പോലെ തന്നെയുള്ളൊരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരുമെന്നാണ്. കർത്താവ് യേശുക്രിസ്തു ആ മോശയെപ്പോലെ തന്നെ എന്ത് ചെയ്തു? ഒരു പ്രവാചകനായിട്ട് മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിച്ചു വന്നു എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. താങ്ക് യു. അപ്പോൾ ഈ അത്ഭുതം അല്ലെങ്കിൽ ഈ അടയാളത്തിൽ നിന്നും ഈ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിക്കൊണ്ടും പുറപ്പാട് സംഭവത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടും യേശുവിനെ നമ്മുടെ വിമോചകനായി യോഹന്നാൻ ചൂണ്ടിക്കാണിക്കുന്നു. മിസ് പറഞ്ഞതുപോലെ തന്നെ ആ പുറപ്പാട് പുസ്തകത്തിൽ എത്രമാത്രം കരുതലോടെയാണ് ദൈവം തൻ്റെ സഭയെ നയിച്ചത്, പഴയ നിയമസഭയെ നയിച്ചത്. അതിന് വിമോചകനായിട്ട് മോശയെ തിരഞ്ഞെടുത്തു. മോശയുടെ കീഴിലായിരുന്നവർ അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്നത്. പക്ഷേ എപ്പോഴും ദൈവത്തിൻ്റെ കരുതലാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്നത്. രാത്രി അഗ്നിസ്തംഭമായും പകൽ മേഘസ്തംഭമായും പാറയിൽ നിന്ന് വെള്ളമായും മന്നയായും എല്ലാം ദൈവം അവരെ കരുതുകയായിരുന്നു ചെയ്തത്. അതേപോലെ തന്നെ യേശുവിൻ്റെ സമയത്തും ഓരോ അടയാളങ്ങളിലൂടെ, അത് നമ്മൾ ഇനി പഠിക്കുവാൻ പോവുകയാണ്. അതിൽ ഒന്നാമത്തെ അടയാളം പറഞ്ഞതുപോലെ തന്നെ കനായിലെ വെള്ളം വീഞ്ഞാക്കിക്കൊണ്ടായിരുന്നു ചെയ്തത്. അടുത്ത ഒരു അടയാളത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഗലീലയിലെ രണ്ടാമത്തെ അടയാളമാണ് നമ്മൾ കാണുന്നത്. യേശുവിൻ്റെ ഭൗമിക ശുശ്രൂഷകളിൽ ആകമാനം ജനങ്ങൾക്ക് തന്നിൽ വിശ്വസിക്കുവാൻ സഹായകമായ അതിശയങ്ങളെ യേശു നിർവഹിച്ചു. മറ്റുള്ളവരും യേശുവിൽ വിശ്വസിക്കുന്നതിന് വേണ്ടി യോഹന്നാൻ ഈ അതിശയങ്ങളെ രേഖപ്പെടുത്തി. അന്ന് യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഈ അടയാളങ്ങളെല്ലാം ചെയ്തത് അത് കാണുന്നവരെല്ലാം തന്നിൽ വിശ്വസിക്കണം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. തന്നിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ താൻ ദൈവം അയച്ച ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് വിശ്വസിക്കണം. അതേപോലെ യോഹന്നാൻ അത് രേഖപ്പെടുത്തിയതും ആ ഒരു ലക്ഷ്യത്തോടു കൂടെ തന്നെ ആയിരുന്നു. അപ്പൊ ഈ അടുത്തൊരു ഇത് നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലാണ് നമ്മൾ അടുത്ത ഒരു അടയാളം കാണുന്നത്. അത് ഒരു രാജഭൃത്യനെ കുറിച്ചാണ് പറയുന്നത്. രാജഭൃത്യൻ. അപ്പൊ ഇത് കനായിലെ കനായിൽ വെച്ച് തന്നെ ഇതും നടക്കുന്നത്. ഗലീലയിലെ കനായിൽ, നേരത്തെ ആദ്യത്തതും അതുപോലെ തന്നെ ഗലീലയിലെ കനായിൽ. അപ്പൊ ഈ കാനായുടെ അടുത്ത് നിന്ന് 20 മൈൽ നോർത്ത് ഈസ്റ്റിലായിട്ടാണ്, വടക്കിഴക്കായിട്ടാണ് കഫർനഹൂം എന്ന് പറയുന്ന അവിടെയുള്ള ഒരു രാജഭൃത്യനാണ് യേശുവിടെ ഗലീലയിൽ കനായിൽ വന്നു എന്നറിഞ്ഞ് അവിടെ കാണാൻ വരിക. കഫർനഹൂമിൽ നിന്ന് 20 മൈൽ ദൂരമുണ്ട്. അവിടെ നിന്നാണ് കാണാനായിട്ട് വരുന്നത് യേശുവിനെ. ഒരു വലിയൊരു അപേക്ഷയുമായിട്ടാണ് ഈ രാജഭൃത്യൻ കടന്നു വരുന്നത്. അപ്പൊ നമുക്കറിയാം ഗലീല പ്രദേശം എന്ന് പറയുന്ന ഹെരോദാവാണ് അവിടെ ഭരിച്ചിരുന്നത്. മാർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ പഠിച്ചു. യഹൂദ ദേശത്തെ നാടുവാഴിയായിരുന്ന പിലാത്തോസ്, ഗലീല ദേശത്തെ നാടുവാഴിയായിരുന്ന ഹെരോദാവാണ്. അപ്പൊ ഹെരോദാവിൻ്റെ ഭൃത്യനായിരുന്നു. അതാണ് രാജഭൃത്യൻ എന്ന് പറയുന്നത്. അത് ചില എഴുത്തുകാർ പറയുന്നത്, നമ്മൾ ലൂക്കോസ് 8-ാം അധ്യായത്തിൽ ഒരു രാജഭൃത്യനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹമായിരിക്കാം ഇത് എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയും സുവിശേഷ വേലയിൽ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ലൂക്കോസ് 8:3 നമ്മളിങ്ങനെ വായിക്കുന്നു, 8:2-3. അവനോടുകൂടെ പന്തിരുവരും അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരി മറിയയും ഹെരോദാവിൻ്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നായും ശൂശന്നയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇവരെല്ലാവരും യേശുവിനോടൊപ്പം വേല ചെയ്തിരുന്നവരാ. അപ്പൊ അവിടെ ഒരു കാര്യവിചാരകന്റെ കാര്യമാണ്. ഹെരോദാവിന്റെ കാര്യവിചാരകനായ കൂസയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ കൂസയുടെ ഭാര്യ യോഹന്ന
ഈ ശിഷ്യന്മാരോടൊപ്പം ദൈവവേലയിലായിരുന്നു. അപ്പൊ അത്രയും അവൾക്ക് വിശ്വാസം വരണമെങ്കിൽ, ദൈവത്തോടൊത്ത് വേല ചെയ്യണമെന്നുള്ള ആഗ്രഹം വരണമെങ്കിൽ വലിയൊരു അത്ഭുതം അവർക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ പലരും പറയുന്നത് ആ കൂസയായിരിക്കും ഇവിടെ യേശുവിനെ കാണാൻ വന്ന ഭൃത്യൻ, രാജഭൃത്യൻ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒരു അപേക്ഷയുമായിട്ടാണ് വന്നത്. എന്തായിരുന്നു അവരുടെ അപേക്ഷ എന്ന് പറഞ്ഞാല്, മകൻ രോഗിയായിരുന്ന ഒരു രാജഭൃത്യൻ കഫർനഹൂമിൽ നിന്ന് വരികയാണ്. യേശു യഹൂദദേശത്ത് ഗലീലയിൽ വന്നു എന്ന് കേട്ടിട്ട് അവൻ്റെ അടുക്കൽ വന്നു. അപ്പൊ പറയുന്ന ഇതാണ്, തൻ്റെ മകൻ മരിക്കാറായിരിക്കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണം എന്ന് അപേക്ഷിച്ചു. അതായിരുന്നു അവൻ്റെ റിക്വസ്റ്റ്, സൗഖ്യമാക്കണം എന്ന് പറഞ്ഞായിട്ടാണ് വന്നത്. അപ്പോൾ ഉടനെ യേശുവിൻ്റെ മറുപടി എന്തായിരുന്നു? യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരൊരു പരുഷമായിട്ടാണ് യേശു പ്രതികരിച്ചതെന്ന് നമുക്ക് തോന്നും. പക്ഷെ എന്നാൽ ഈ രാജഭൃത്യൻ തൻ്റെ മകൻ്റെ സൗഖ്യത്തെ യേശുവിൽ വിശ്വസിക്കുന്നതിനുള്ള ഒരു ഉപാധിയാക്കിയിരുന്നു. യേശുവിൽ ഞാൻ പൂർണ്ണമായിട്ട്, ഈ യേശുവിനെ, എൻ്റെ മകനെ, ചിലപ്പോൾ ഇയാൾ ഖനായിലെ കല്യാണത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും, വെള്ളം വീഞ്ഞാക്കിയത്. അതേ സ്ഥലത്താണല്ലോ ഇത് നടക്കുന്നത്. പക്ഷേ എന്നാലും എൻ്റെ മകനെ സൗഖ്യമാക്കുവാണെങ്കിൽ ഞാൻ എന്തായാലും വിശ്വസിക്കും എന്നുള്ളൊരു ചിന്ത അയാൾക്ക് ഉണ്ടായിരുന്നു. യേശുവാകട്ടെ അവൻ്റെ മനസ്സ് വായിച്ച് അവൻ്റെ ആത്മീക രോഗത്തെ കൃത്യമായി എടുത്തു കാട്ടി. അപ്പം അവൻ്റെ മനസ്സിൽ ഇതാണ്, പൂർണ്ണമായിട്ടും വിശ്വാസം വന്നിട്ടില്ല, എൻ്റെ മകനെ സൗഖ്യമാക്കുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നുള്ള രീതിയിലാണ് അവൻ വിചാരിച്ചിരുന്ന മനസ്സിൽ. അപ്പം അവൻ്റെ മനസ്സ് വായിച്ച് അവനെ ആത്മീക രോഗത്തെ കൃത്യമായി എടുത്തു കാട്ടി. അത് അവൻ്റെ മകൻ്റെ മാരകമായ രോഗത്തേക്കാൾ ഭയങ്കരമായിരുന്നു. അപ്പം മകൻ്റെ രോഗം പെട്ടെന്ന് മാറ്റാവുന്നതാണ്. പക്ഷെ ഈ അപ്പൻ്റെ രോഗം എന്ന് പറയുന്നത് അവൻ മനസ്സ് വയ്ക്കാതെ മാറ്റാനും പറ്റത്തില്ല. അതാണ് അവൻ്റെ രോഗം മകൻ്റെ രോഗത്തേക്കാൾ മാരകമായിരുന്നു. നീലാകാശത്ത് നിന്നുള്ള ഒരു ഇടിമിന്നൽ പോലെ അത്ര വേഗത്തിൽ ആ മനുഷ്യൻ തൻ്റെ ആത്മീക ദാരിദ്ര്യത്തെ തിരിച്ചറിഞ്ഞു. അത് അവൻ്റെ മകൻ്റെ മരണത്തിന് ഇടയാക്കുമെന്ന് അവന് ബോധ്യമായി. യേശു ഒരു വാക്യമാണ് യേശു പറഞ്ഞത്. എന്താണ്? നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല, അതാണ് നിങ്ങളുടെ മനസ്സിൽ എന്ന് യേശു അവൻ്റെ മനസ്സ് വായിച്ചറിഞ്ഞപ്പോഴേ അവന് അത് മനസ്സിലായി. ഉടനെ അവൻ ഒരു ഇടിമിന്നൽ പോലെ അത്ര വേഗത്തിൽ ആ മനുഷ്യൻ തൻ്റെ ആത്മീക ദാരിദ്ര്യത്തെ തിരിച്ചറിഞ്ഞു. അത് അവൻ്റെ മകൻ്റെ മരണത്തിന് ഇടയാക്കുമെന്ന് അവന് ബോധ്യമായി. ഓക്കെ, അപ്പോൾ യേശു അതിശയ പ്രവൃത്തികൾ അവയിൽ തന്നെ യേശു മശിയാണെന്ന് തെളിയിച്ചില്ല. കാരണം തെളിയിച്ചില്ലെന്ന് തിരിച്ചറിയുന്ന പ്രധാനം, മറ്റുള്ളവരും അതിശയങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ യേശു അല്ലാതെ നമുക്കറിയാം വേറെ പലരും പല അത്ഭുതങ്ങൾ, അന്ന് മോശ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നപ്പോഴും മോശ ചെയ്ത പല അത്ഭുതങ്ങളും അവിടുത്തെ മന്ത്രവാദികളും എല്ലാം ചെയ്തായിരുന്നു. അതേപോലെ പലരും ചെയ്യുന്നുണ്ട്. അതിശയങ്ങൾ ഒരു അമാനുഷിക അല്ലെങ്കിൽ പ്രകൃത്യാതീത ശക്തിയെ വെളിപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ. ദൈവം തന്നെയാണ് അവ പ്രവർത്തിക്കുന്നതെന്ന് അവയാൽ തന്നെ അർത്ഥമാക്കപ്പെടുന്നില്ല. ഓക്കെ, രാജഭൃത്യൻ തൻ്റെ ദുഃഖാധിക്യത്താൽ തന്നെത്താൻ യേശുവിനെ കീഴ്പ്പെട്ടുകൊണ്ട് തൻ്റെ മകൻ്റെ സൗഖ്യത്തിനായിട്ട് അപേക്ഷിച്ചു. അതാണ് അവൻ പിന്നീട് അപേക്ഷിക്കുന്നത്. എന്താണ്? കർത്താവേ, പൈതൽ മരിക്കും മുമ്പ് വരണമേ എന്ന്. അപ്പം അവൻ്റെ ഉള്ളിലെ മാറ്റം വന്നു, വിശ്വാസം വന്നു. അതുകൊണ്ട് വീണ്ടും യാചിക്കണം, അവൻ മരിക്കുന്നതിന് മുമ്പേ വരണമേ എന്ന്. യേശുവിൻ്റെ പ്രതികരണമാകട്ടെ ഉറപ്പ് നൽകുന്നതായിരുന്നു. പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. അത് അപ്പോഴൊരു നടന്നുകൊണ്ടിരിക്കുന്ന ഭാവി സംഭവം എന്ന് പറഞ്ഞാൽ മകൻ ജീവിച്ചിരിക്കുന്നു. അത് ഇനി ഇവൻ പോയി അത് അറിയാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷെ അവിടെ അത് അപ്പോഴേ നടന്നു കഴിഞ്ഞു. ഇയാൾ അറിഞ്ഞിട്ടില്ല അവിടെ സംഭവിച്ചോ, രോഗി സൗഖ്യം വന്നോ എന്നൊന്നും ഇയാൾ അറിഞ്ഞിട്ടില്ല. അയാളുടെ കാഴ്ചപ്പാടിൽ ഇനി അത് പോയേ ഇയാൾ അറിയത്തുള്ളൂ, അവിടെ ചെന്ന് കണ്ടാലേ അറിയത്തുള്ളൂ. പക്ഷെ അവിടെ അത് ഓൾറെഡി നടന്നു കഴിഞ്ഞു. യേശു ആ മനുഷ്യനാകട്ടെ തിടുക്കത്തിൽ വീട്ടിലേക്ക് പോയില്ല. യേശു പറഞ്ഞത് വിശ്വസിച്ച് അവൻ പിറ്റേന്നാണ് വീട്ടിലെത്തിയത്. നമ്മൾ വാക്യം വായിക്കുമ്പോൾ അറിയാം കാരണം അവൻ തിരിച്ചു പോയത് എങ്ങനെയാണെന്നറിയാവോ? അവനോട് പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയിന്ന്. അപ്പൊ നേരത്തെ വന്ന ആളല്ല, യേശുവായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ യേശുവിലെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു, അവൻ്റെ വാക്ക് വിശ്വസിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഈ അതിശയങ്ങളെ എങ്ങനെയാണ് നമ്മൾ യേശു
പ്രവർത്തിച്ച അത്ഭുതങ്ങളെ നമ്മൾ വിശ്വസിക്കേണ്ടത്? നമ്മൾ ആ മനുഷ്യന്റെ ഒരു എക്സാമ്പിൾ എടുക്കുമ്പോൾ ആ മനുഷ്യനെ വരുന്ന സമയത്ത് യേശുവിന്റെ മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഈ മനുഷ്യന് വിശ്വാസം ഇല്ലായിരുന്നു എന്ന്. പക്ഷെ അതിനുശേഷം യേശുവിന്റെ വാക്ക് കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് യേശുവിലുള്ളതായ വിശ്വാസം വളരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. എന്റെ മകന്റെ ജീവന് വേണ്ടിയിട്ട് അവൻ മാറ്റം അവന് വരുത്തണം. അതെ, തീർച്ചയായിട്ടും വിശ്വസിച്ചാൽ മാത്രമേ അവന്റെ മകന് സൗഖ്യം കിട്ടത്തുള്ളൂ എന്നുള്ളതായ ഒരു ബോധ്യം അവനിൽ വരുന്നു. അതുകൊണ്ടാണ് നീ പൊയ്ക്കൊള്ളുക എന്ന് പറയുമ്പോഴത്തേന് പിന്നെ അവനൊന്നും പറയുന്നില്ല, അവൻ തിരിച്ചു പോവുകയാണ്. അതും അന്ന് പോയിട്ടില്ല, കാരണം അവനറിയാം യേശു പറഞ്ഞതായ കാര്യം അവിടെ നടന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഓരോന്ന് സംഭവിക്കുമ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ഞങ്ങൾ കൂടുതലും പ്രാർത്ഥിക്കുന്നത് രോഗികൾക്ക് സൗഖ്യത്തിലുപരിയായിട്ട് അവരുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പ്രെയർ ഗ്രൂപ്പിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ബാക്കിയെല്ലാം ശരിയാകും, അവരുടെ മനസ്സ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ ബെഥെസ്തയില് വീണ്ടും ഒരു അതിശയം നടക്കും. ബെഥെസ്ത എല്ലാവർക്കും അറിയാവുന്നത് ബെഥെസ്ത 5-ാം അധ്യായത്തിലുണ്ട്. അതിനെ കുറിച്ച് ആ കുളം എങ്ങനെയുള്ളത് 1 മുതൽ വായിക്കാം. അതിന്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥെസ്ത എന്ന് എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചിരുന്നവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നത് എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇത് ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഇതാണെന്ന് പറഞ്ഞേ. യേശു ചെയ്ത കാര്യമല്ല, അവിടെ ഉള്ള ഒരു അന്ധവിശ്വാസം എന്നാ എനിക്ക് തോന്നുന്നത്. ഒരു ദൂതൻ വന്ന് കുളം കലക്കുകയും അതിൽ പോയി വീഴുന്നവര് രക്ഷപ്പെടുകയും ചെയ്യുമെന്നുള്ളത് അതെന്ത് വിശ്വാസമാണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അത് അറിയത്തില്ല. അതങ്ങനെ ഉണ്ടായിരുന്നോ അതോ അവരുടെ അന്ധവിശ്വാസം ആയിരുന്നോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടെ എഴുതി എന്തൊരു കാഴ്ചയായിരുന്നത്. കാത്തുകിടന്നവരിൽ ചിലർ തികച്ചും ശരിയായ രോഗികളായിരുന്നു. ഒരിക്കലും വരില്ലാത്ത സൗഖ്യത്തിന് വേണ്ടി അവർ കാത്തു കിടന്നു. യേശുവിനാകട്ടെ അത് എത്ര നല്ല ഒരു അവസരമായിരുന്നു. ഒത്തിരി രോഗികൾ അന്ന് അവിടെ ഉണ്ടായിരുന്നു. അവരൊന്നും എനിക്ക് തോന്നുന്നില്ല എല്ലാവരും ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ സൗഖ്യമാകുമെങ്കിൽ പിന്നെ അവിടെ നിന്ന് സൗഖ്യമായിട്ട് പോകണം. പക്ഷേ ഇയാൾക്ക് പിന്നെ പോകാനായിട്ടുള്ള, ഇയാൾ ചെല്ലുമ്പോഴേക്കും മറ്റുള്ളവർ അവിടെ എത്തിക്കഴിയും. കാരണം എണീറ്റ് പോലും നടക്കാൻ പറ്റാത്ത ഒരാൾ 38 വർഷം. നമ്മൾ അതൊന്ന് ആലോചിക്കുമ്പോൾ അതൊരു ചെറിയ കാലയളവല്ല. 38 വർഷം ഒരു സ്ഥലത്ത് കിടക്കുന്ന, സൗഖ്യമാകാതെ കിടക്കുന്ന ഒരാളുടെ അവസ്ഥ. യേശു അയാളുടെ അടുത്ത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമുക്ക് തോന്നും ആ ചോദ്യം വിചിത്രമായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ യേശു എന്താ ചോദിക്കുന്നത്? നിനക്ക് എല്ലാവരും സൗഖ്യം ആഗ്രഹിച്ചു എന്നത് സത്യം, അതുകൊണ്ടാണ് അവിടെ കിടക്കുന്നത്. പിന്നെ എന്തിനാണ് യേശു ചോദിച്ചത്? നിനക്ക് സൗഖ്യമാകാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചത് എന്തിനായിരിക്കും? നമുക്കറിയാം യേശുവിന് മറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളെല്ലാം യേശുക്രിസ്തുവിന് അറിയാം. തീർച്ചയായിട്ടും യേശുക്രിസ്തുവിന് അറിയാമായിരുന്നു ഈ മനുഷ്യൻ വളരെ നാളുകളായിട്ട്, വളരെ ഒരു ദീർഘനാളായ 38 വർഷമായിട്ട് അവൻ രോഗിയായിട്ട് അവിടെ കിടക്കുകയാണെന്നുള്ളത് യേശുവിന് അറിയാം.
അതുകൊണ്ടാണ് യേശു അവനോട് ചോദിക്കുന്നത്, ഇത്രയും വർഷമായിട്ട് നിനക്കപ്പ സൗഖ്യമാകാനായിട്ട് ആഗ്രഹമുണ്ടോ എന്നൊരു ചോദ്യം. ഇവിടെ ഇങ്ങനെ ഒരുവൻ ദീർഘകാല രോഗിയായി മാറുമ്പോൾ അതൊരു സ്ഥിരം സ്ഥിതിവിശേഷമാവും. അതെ, ചിലപ്പോ അവനും വിചാരിക്കും, ഓ ഇതിന്ന് എനിക്ക് ഇനി രക്ഷയൊന്നും ഉണ്ടാവില്ല എന്ന് അത്ര ഒരു ഹോപ്പിൽ. പക്ഷെ ആഗ്രഹമുണ്ട്, രക്ഷ പ്രാപിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആര് സഹായിക്കും എന്നെ എന്നുള്ള ചിന്തയായിരിക്കും. അതുപോലെ തന്നെ അവനൊരു ശരിയായ സൗഖ്യം പ്രാപിക്കാനായിട്ട് പര്യാപ്തമായൊരു സ്ഥാനത്തല്ലായിരുന്നു അവൻ കിടന്നിരുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇപ്രകാരമുള്ളതായ ഒരു ചോദ്യം തീർച്ചയായിട്ടും ഈ രോഗിയിൽ പ്രത്യാശയും അതുപോലെ തന്നെ വിശ്വാസവും രോഗം സൗഖ്യമാകാനുള്ളതായ ഒരു വാഞ്ചയും ഉണർത്തും. അതിനും കൂടെ ആയിരിക്കും അവൻ ചോദ്യത്തില്. അപ്പോൾ തന്നെയല്ല, ഈ വാഞ്ച, രോഗം സൗഖ്യമാക്കാനുള്ളതായ അതിയായ വാഞ്ചയുള്ള ഒരാൾക്ക് മാത്രമേ സൗഖ്യം കിട്ടുമ്പോൾ അതിൽ സന്തോഷിക്കുകയും അതിൽ അത്ഭുതം കാണുകയും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതിനായിരിക്കും യേശുക്രിസ്തു ചോദിച്ചത്. അവനിൽ ആ വാഞ്ച ഉണ്ടാക്കാനായിട്ട്, എനിക്ക് സൗഖ്യമാകണം എന്നുള്ള ആഗ്രഹം കൂടുതലായിട്ട് ഉണ്ടാകാനായിട്ട്. ഓക്കെ, ഇവിടെ മിസ്സിസ് വൈറ്റിന്റെ ഒരു കൊട്ടേഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് വായിക്കണം. ഓക്കെ, അതായത് ഡിസയർ ഓഫ് ഏജസിൽ, യുഗങ്ങളുടെ പ്രത്യാശയിൽ യേശു കഷ്ടത്തിലായിരുന്ന ആ മനുഷ്യനോട് തന്നിൽ വിശ്വസിക്കാൻ ആവശ്യപ്പെട്ടില്ല. എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്ത് നടക്ക എന്ന് മാത്രമേ യേശു ലളിതമായി പറഞ്ഞുള്ളൂ. എന്നാൽ മനുഷ്യന്റെ വിശ്വാസം ആ വാക്കുകളിൽ മുറുകെ പിടിച്ചു. ഓരോ ഞരമ്പും മാംസപേശിയും പുതുജീവൻ കൊണ്ടു പ്രസരിപ്പിലായി. അവൻ്റെ വികലമായ കാലുകൾക്ക് ആരോഗ്യത്തിൻ്റെ ശക്തി ഉണ്ടായി. ക്രിസ്തുവിൻ്റെ ആജ്ഞയെ അനുസരിക്കുവാൻ ചോദ്യം കൂടാതെ അവൻ തീരുമാനിച്ചു. മുഴുവൻ പേശികളും അവൻ്റെ ഇച്ഛാശക്തിയോട് യോജിച്ചു വന്നു. സ്വന്തം കാലുകളിൽ ആദ്യമായി നിവർന്നു നിന്ന അവൻ താനൊരു ആരോഗ്യവാൻ അല്ലെങ്കിൽ പ്രാപ്തിയുള്ളവൻ എന്ന് സ്വയം കണ്ടു. യേശു അവന് ദിവ്യ സഹായം ഒന്നും ഉറപ്പ് പറഞ്ഞിരുന്നില്ല. സംശയിച്ച് ആ മനുഷ്യന് തൻ്റെ സൗഖ്യമാകുവാനുള്ള ഏക അവസരം നഷ്ടപ്പെടാമായിരുന്നു. പക്ഷേ ക്രിസ്തുവിൻ്റെ വാക്ക് അവൻ വിശ്വസിച്ചു. അതിന്മേൽ ശ്രമിച്ചപ്പോൾ അവന് ശക്തി ലഭിച്ചു. ഓക്കെ, യുഗങ്ങളുടെ പ്രത്യാശ എന്ന പുസ്തകത്തിൽ നിന്നുള്ളതാണ് നമ്മളിപ്പോൾ വായിച്ചത്. യേശു പിന്നീട് ആ മനുഷ്യനെ ദേവാലയത്തിൽ കണ്ടുമുട്ടി പറഞ്ഞു, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ. അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത് എന്നാണ് യേശു പറഞ്ഞത്. അപ്പൊ ഇവിടെ ഒരു ചോദ്യമുണ്ട്, പാപവും രോഗവും തമ്മിലുള്ള ബന്ധം എന്താണ്? അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടോ പാപവും രോഗവും തമ്മിൽ? നമുക്ക് ജീവിതത്തിൽ അനുഭവപ്പെടുന്ന സകല രോഗങ്ങളും ഏതെങ്കിലും പ്രത്യേക പാപഫലമല്ലെന്ന് നാം എന്തുകൊണ്ട് മനസ്സിലാക്കണം? ചില രോഗങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ ജീവിത ശൈലിയിലൂടെ വരുന്ന ഒത്തിരി രോഗങ്ങളുണ്ട്, അല്ലേ? ഇപ്പൊ ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നവരായാലും ക്യാൻസർ വരുന്നവരായാലും അതെല്ലാം നമ്മുടെ ജീവിത ശൈലി നമ്മളത് ക്രമീകരിച്ചില്ലെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന പല രോഗങ്ങളാണ് പ്രമേഹം, അതേപോലെ രക്തസമ്മർദ്ദം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആഹാര രീതിയിലും നമ്മുടെ ഉറക്കമില്ലായ്മയിലും വിശ്രമമില്ലായ്മയിലും കൂടെയൊക്കെ വരുന്നതാണ്. അതാണ് പിന്നെ വലിയ രോഗങ്ങളിലേക്ക് നയിക്കുന്നത്. ഇങ്ങനെയുള്ള രോഗങ്ങളാണ് പിന്നെ വലിയ രോഗങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിത രീതിയും അതിനൊരു കാരണമാകാറുണ്ട് രോഗത്തിന്. പക്ഷെ നമുക്ക് എന്ന് ആരോടും നീ ചെയ്ത പാപം കാരണമാണ് നീ ഇങ്ങനെ അനുഭവിക്കുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. ആരോടും നമ്മളത് പറയേണ്ട ആവശ്യവും ഇല്ല. പക്ഷെ നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ ക്രമപ്പെടുത്തുന്ന എപ്പോഴും നല്ലതായിരിക്കും. കഠിന ഹൃദയങ്ങളെ നമ്മൾ കാണുവാണ്. ഈ അത്ഭുതം, സാധാരണ ഈ അത്ഭുതം കഴിഞ്ഞിട്ട് എന്തായിരിക്കണം ജനങ്ങളുടെ പ്രതികരണം? നമ്മളാണെങ്കിൽ എങ്ങനെ 38 വർഷം നടക്കാൻ വയ്യാത്ത ഒരാള് എഴുന്നേറ്റ് നടന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കേണ്ടത്? സ്വാഭാവികമായിട്ടും നമ്മളുടെ പ്രതികരണം എന്തായിരിക്കണം? നമ്മൾ അയ്യോ ഇതാര് ചെയ്തതാണ്, ഇത്രയും അത്ഭുതം ചെയ്ത ആളാരാണ്, എനിക്ക് അയാളെ ഒന്ന് കാണണം എന്നായിരിക്കും സാധാരണ എല്ലാ മനുഷ്യരുടെയും ആഗ്രഹം. ഇവിടെ 10 തുടങ്ങി 16 വരെയുള്ള വാക്യം 5-ന്റെ 10 മുതലല്ലേ? എന്നാൽ അന്ന് ശബതായിരുന്നു. ആകയാൽ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചവനോട്, ഇന്ന് ശബതാകുന്നു, കിടക്കയെടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ സൗഖ്യമാക്കിയവൻ കിടക്കയെടുത്ത് നടക്കുകയെന്ന് എന്നോട് പറഞ്ഞു എന്നുത്തരം പറഞ്ഞു.
അവൻ അവനോട് കിടക്കയെടുത്ത് നടക്കുകയെന്ന് നിന്നോട് പറഞ്ഞ മനുഷ്യൻ ആരെന്ന് ചോദിച്ചു. എന്നാൽ അവിടെ പുരുഷാരം ഉണ്ടായിരിക്കയാൽ യേശു മാറിക്കളഞ്ഞതുകൊണ്ട് അവൻ ആരെന്ന് സൗഖ്യം പ്രാപിച്ചവൻ അറിഞ്ഞില്ല. അനന്തരം യേശു അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ട് അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിക്കുവാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ പോയി തന്നെ സൗഖ്യമാക്കിയത് യേശു എന്ന് യഹൂദന്മാരോട് അറിയിച്ചു. അപ്പൊ ഇവിടെ യേശു താനാണ് സൗഖ്യമാക്കിയെന്ന് വെളിപ്പെടുത്തിയ ഉടനെ തന്നെ ആ മനുഷ്യൻ അത് മത നേതാക്കളെ അറിയിച്ചു. എന്താ, അവന്റെ സന്തോഷം കൊണ്ടായിരിക്കും അവൻ അറിയിച്ചത്. അത് എല്ലാവരെയും അറിയിച്ചു, ഇങ്ങനെയാണ് എനിക്ക് സൗഖ്യം വന്നതെന്ന് അവൻ അറിയിച്ചു. പക്ഷെ ദൈവത്തെ സ്തുതിക്കുവാനുള്ള സമയമാണിതെന്ന് ഒരാൾ ചിന്തിച്ചേക്കാം. ഒരാൾ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെല്ലാവരും അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. ഇത്രയും 38 വർഷമായിരുന്ന നിന്നെ സൗഖ്യമാക്കിയോ എന്ന് ചിന്തിച്ചേക്കാം. പക്ഷേ യഹൂദ നേതാക്കൾ ഉപദ്രവിക്കുവാനും കൊല്ലുവാനുമാണ് അന്വേഷിച്ചത് യേശുവിനെ. കാരണം എന്താ, അവർ ചൂണ്ടിക്കാട്ടിയ കാരണം യേശു ശബത്തിലാണ് ഈ ഒരു ജോലി ചെയ്തത്. അതുകൊണ്ടാണ് അതിന് ശ്രമിച്ചത്. അപ്പോൾ നമ്മുടെ ഈ ബുധനാഴ്ചത്തെ പാഠമാണ് അതിൻ്റെ തലക്കെട്ട് തന്നെ കഠിന ഹൃദയരായ. നമ്മൾ യേശുവിൻ്റെ സുവിശേഷ വേലയിൽ മുഴുവനും നോക്കുമ്പോൾ കൂടുതലും യേശു ഇടപെട്ടത് യഹൂദന്മാരോടാണ്. അവരെപ്പോഴും ഒരിക്കലും യേശുവിനെ അംഗീകരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് യേശു ചെയ്ത എല്ലാത്തിനും വിമർശിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇതിനെയും അവർ വിമർശിച്ചു. അവരെന്താണ്, ഉപദ്രവിക്കാനും കൊല്ലുവാനുമാണ് അവർ തീരുമാനിച്ചത്. അപ്പോൾ സാധാരണ അവരുടെ നിയമങ്ങൾ, അവരുണ്ടാക്കിയ നിയമങ്ങൾ അനുസരിച്ച് ആരും കിടക്കയൊന്നും എടുത്തുകൊണ്ട് ശബത്തിൽ നടക്കാൻ പാടില്ല എന്നുണ്ട്. അതിനെയാണ് അവരെടുത്ത് കഴിഞ്ഞത്. അപ്പോൾ യേശു ആകട്ടെ മാനുഷിക നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അപ്പുറമുള്ള ആഴമേറിയ ബൈബിൾ സത്യങ്ങളിലേക്ക് അവരെ എത്തിക്കാനാണ് ശ്രമിച്ചത്. അവരെഴുതി ഉണ്ടാക്കിയ ചട്ടങ്ങളാണ് ഇതൊക്കെ. കിടക്കെടുത്തോണ്ട് നടക്കാൻ പാടില്ല, അങ്ങനെയുള്ള കുറെ നമ്മൾ നേരത്തെ പാഠത്തിലും പഠിച്ചിട്ടുണ്ട്. അവരുടെ ശാസ്ത്രിമാരും പരീശന്മാരും കൂടി ഇരുന്ന് എഴുതി ഉണ്ടാക്കിയ കുറെ ചട്ടങ്ങൾ, അതിനെയൊക്കെ എപ്പോഴും യേശുക്രിസ്തു എതിർത്തിരുന്നു. അതുകൊണ്ടാണ് യേശു അവരെ ഇതിലൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട, അതിലുപരിയായിട്ട് ശബത്തിൽ നന്മ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണെന്നാണ് യേശു പഠിപ്പിച്ചത്. അത് ആ ആൾക്ക് അതൊരു വലിയ നന്മയായിരുന്നു അയാളുടെ ജീവിതത്തിൽ. അതാണ് യേശു ചെയ്തത്. അത് കഴിഞ്ഞ് അയാൾ കിടക്കെടുത്ത് നടക്കുന്ന ഇത്ര വലിയൊരു തെറ്റായിട്ട് വേറെ ആർക്കും തോന്നിയില്ല. കഠിന ഹൃദയരായവർക്ക് മാത്രമാണ് തോന്നിയത്. അതേപോലെയുള്ള തെളിവുകൾ ഉണ്ടെങ്കിലും ആത്മീകമായി ഹൃദയകാഠിന്യം സംഭവിക്കാമെന്ന് നാം എങ്ങനെ പഠിക്കണം? തെളിവുകൾ ഉണ്ടെങ്കിലും നമ്മളും പലത് കാണുമ്പോഴും നമ്മൾ ഹൃദയകാഠിന്യമുള്ളവരായി പലപ്പോഴും അവരെ വിമർശിക്കാറുണ്ട്. ഇപ്പോൾ ഒരാളെ സഹായിക്കാനായിട്ട് നമ്മൾ ശബത്തിൻ്റെ അന്ന് എന്തെങ്കിലും ഒന്ന് കടയിൽ പോയി വാങ്ങിച്ചാൽ, ഓ ശബത്തിൽ സാധനം വാങ്ങിക്കാൻ പോയി എന്നുള്ള ചിന്ത. പക്ഷെ അത് വെറുതെ ഒരു ഷോപ്പിങ്ങിനായിട്ട് പോകുന്നത് കുറ്റം തന്നെ. പക്ഷെ നമ്മളൊരാളുടെ ഒരു അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം വാങ്ങിച്ചു എന്ന് ഓർത്ത് അതൊന്നും സംഭവിക്കത്തില്ല. അതിലൊന്നും സംഭവിക്കില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. നമുക്ക് യോഹന്നാൻ 9:14-16 ഒന്ന് വായിക്കാം. യോഹന്നാൻ 9:14-16 14 മുതൽ 16 വരെ. യേശു ചെയറുണ്ടാക്കി അവന്റെ കണ്ണു തുറന്നത് ശബത്ത് നാളിലായിരുന്നു. അവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്ന് പരീശന്മാരും അവനോട് ചോദിച്ചു. അവൻ അവരോട്, അവൻ എൻ്റെ കണ്ണിന്മേൽ ചേർ തേച്ച് ഞാൻ കഴുകി കാഴ്ച പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പരീശന്മാരിൽ ചിലർ, ഈ മനുഷ്യൻ ശബത്ത് പ്രമാണിക്കായിക കൊണ്ട് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ല എന്ന് പറഞ്ഞു. മറ്റു ചിലർ, പാപിയായൊരു മനുഷ്യന് ഇങ്ങനെയുള്ള അടയാളങ്ങൾ ചെയ്യുവാൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഭിന്നതയുണ്ടായി. ഈ ഒരു പ്രവൃത്തിയിൽ, ഈ പ്രവൃത്തി കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതിന് പകരം അവര് യേശുവിനെ വിമർശിക്കുകയും, പക്ഷെ കുറച്ചു പേര് അത് വിശ്വസിക്കുന്നത്. പരീശന്മാർ പറഞ്ഞ യേശു ദൈവത്തിൽ നിന്ന് വന്നവനല്ല, അതുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞു. പക്ഷെ കുറച്ച് പേരുണ്ട്, ഇങ്ങനെ പാപിയായിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുമോ? അങ്ങനെ അവർ തമ്മിൽ ഭിന്നതയുണ്ടായി. അപ്പൊ അവരുടെ കഠിന ഹൃദയമാണ് അതിൽ വഴിവെച്ചത്. മർക്കോസ് 3:22-23. യെരുശലേമിൽ നിന്ന് വന്ന ശാസ്ത്രിമാരും അവന് ബേത്സബൂലുണ്ട് ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് അവൻ ഭൂതങ്ങളെ
പുറത്താക്കുന്നു എന്ന് പറഞ്ഞു. ഉം. അവൻ അവരെ അടുക്ക വിളിച്ച് ഉപമകളാൽ അവരോട് പറഞ്ഞത്, സാത്താനെ എങ്ങനെ പുറത്താക്കുവാൻ കഴിയും? അപ്പോൾ ഇത് യേശു പള്ളിയിൽ വെച്ച് ഭൂതഗ്രസ്തനായ ഒരാളെ, അയാളെ ഭൂതത്തെ പുറത്താക്കിയപ്പോൾ അതിലും സന്തോഷിക്കുന്നതിന് പകരം ഉടനെ യേശുവിനെ വിമർശിക്കുകയാണ്. ഇവൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് ഇവൻ ഭൂതത്തെ പുറത്താക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണ്. ഭൂതങ്ങളുടെ തലവൻ തന്നെ ഭൂതത്തെ പുറത്താക്കുമോ? പക്ഷെ എന്നാലും യേശു ദൈവത്തിൽ നിന്നുള്ള ആളല്ല എന്ന് ജനങ്ങളെ പഠിപ്പിക്കാനായിട്ടാണ് ഈ പരീശന്മാരെല്ലാം ഇതേപോലെയുള്ള വിമർശനങ്ങളും കൊണ്ട് മുന്നോട്ട് വന്നത്. ഇവരെയാണ് കഠിന ഹൃദയങ്ങൾ എന്ന് പറയുന്നത്. മത്തായി 12:9 മുതൽ 14 വരെ. അവൻ അവിടെ വിട്ട് അവരുടെ പള്ളിയിൽ ചെന്നപ്പോൾ കൈ വരണ്ട ഒരു മനുഷ്യനെ കണ്ടു. അവർ അവനിൽ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ എന്ന് അവനോട് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളിൽ ഒരുത്തന് ഒരു ആടുണ്ട് എന്നിരിക്കട്ടെ, അത് ശബത്തിൽ കുഴിയിൽ വീണാൽ അവൻ അതിനെ പിടിച്ച് കയറ്റുകയില്ലയോ? എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവൻ, ആകയാൽ ശബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. പിന്നെ ആ മനുഷ്യനോട് കൈ നീട്ടുകയെന്ന് പറഞ്ഞു. അവൻ നീട്ടി, അത് മറ്റേതുപോലെ സൗഖ്യമായി. പരീശന്മാരോ പുറപ്പെട്ട് അവനെ നശിപ്പിക്കുവാൻ വേണ്ടി അവന് വിരോധമായി തമ്മിൽ ആലോചിച്ചു. ഓക്കെ, അപ്പൊ ഇവിടെയും നമ്മൾ കാണുന്ന അവരുടെ കഠിന ഹൃദയത്തെയാണ് നമ്മൾ കാണുന്നത്. നന്മ ചെയ്യുന്നവർക്ക് എതിരായിട്ട് വിമർശിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ, പരീശന്മാരെയാണ് നമ്മൾ കാണുന്നത്. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ യേശുവിൻ്റെ അവകാശവാദങ്ങൾ. യേശു ആരാണെന്ന് ഉയർത്തി കാണിക്കുവാൻ ബെഥെസ്ദയിലെ അതിശയ സൗഖ്യം യോഹന്നാൻ അത്യന്തം മികച്ച ഒരവസരം നൽകി. യേശു ആരാണ്? 38 വർഷം കിടന്ന ഒരാളെ സൗഖ്യമാക്കി. ദൈവപുത്രനല്ലാതെ വേറെ ആർക്കും സാധിക്കത്തില്ല. അതാണ് യോഹന്നാൻ ആ അത്ഭുതം വളരെയധികം കൃത്യമായി രേഖപ്പെടുത്തിയത്. അപ്പോൾ അത് യേശു ആരാണെന്ന് ഉയർത്തി കാണിക്കാൻ യോഹന്നാൻ ഒരു അവസരമായിരുന്നു. അതിശയത്തെ വിവരിക്കുക. ആ അതിശയം നമ്മൾ വായിച്ചത് യോഹന്നാൻ 5:1 തുടങ്ങി 9 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മളത് വായിച്ചത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അത് ചെയ്ത ആളെ വിവരിക്കാനായിട്ട്, ആരാണ് ഈ അത്ഭുതം ചെയ്തത്, അയാളെ വിവരിക്കാൻ യോഹന്നാൻ 40 വാക്യം ഉപയോഗിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് അതിലൂടെ കണ്ണോടിച്ചു പോകാം. 40 യേശു ആരാണെന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കും. യോഹന്നാൻ 5:18 എന്താണ് വായിക്കുന്നത്? യോഹന്നാൻ 5:18 അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞു. തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു. ഓക്കെ, അപ്പൊ ഇത് എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല. അപ്പൊ 16 തുടങ്ങി വായിച്ചാലേ അത് കുറച്ചുകൂടി മനസ്സിലാവും. യേശു ശബത്തിൽ അത് ചെയ്യുക കൊണ്ട് യഹൂദന്മാർ അവനെ ഉപദ്രവിച്ചു. യേശു അവരോട്, എന്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോകും. ഓക്കെ, അപ്പൊ അതാണ് ഇവിടുത്തെ പ്രശ്നം. യേശു ശബത്തിൽ വേല ചെയ്തു എന്നുള്ള ഒരു കുറ്റം, അതിലുപരി വേറൊരു കുറ്റം. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു, ഞാനും അതുപോലെ പ്രവർത്തിക്കുന്നു. അപ്പൊ ദൈവത്തെ സ്വന്തം പിതാവെന്ന് പറഞ്ഞതാണ് ഇവർക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ദൈവത്തോട് സമനാക്കിയ പുത്രനാണെങ്കിൽ ദൈവത്തോട് സമനായിരിക്കും എന്നുള്ള ചിന്ത, അതാണ് യേശുവിനെ ദൈവത്തോട് സമനാക്കുന്ന ഒരു സത്യമാണ് യഹൂദന്മാർ പറഞ്ഞതോടെ. നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ നീ ദൈവത്തോട് സമനാണ് എന്നുള്ള ഒരു സത്യം യേശു അവരെ അറിയിച്ചത്. അതാണ് ദൈവദൂഷണമായിട്ട് അവർ കണക്കാക്കിയത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ യേശുവിന്റെ വാക്കിലൂടെ തന്നെ മനസ്സിലാകും യേശു ദൈവപുത്രനാണെന്നും ദൈവത്തോട് സമനാണെന്നുള്ളത്. ഇനി ബാക്കി 19 തുടങ്ങി നമ്മൾ വായിക്കുമ്പോൾ യേശു താൻ ആരാണ്, ആർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഒക്കെ നമുക്കത് മനസ്സിലാവും. വളരെ വലിയ സത്യങ്ങളാണ് യേശു ഇനിയുള്ള വാക്യങ്ങളിലൊക്കെ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെ അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടുമാറ് ഇവയിൽ വലിയ പ്രവൃത്തികളും അവന് കാണിച്ചു കൊടുക്കും. പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്ന പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. അപ്പൊ യേശുക്രിസ്തു പുത്രനായതുകൊണ്ടാണ് ഇതിനെല്ലാം സാധ്യമാകുന്നത്, പിതാവ് ചെയ്യുന്നത് പോലെ. കാരണം രണ്ടുപേരും ദൈവീകത്വം മുഴുവനും അടങ്ങിയിരിക്കുന്നവരാണ്.
എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നതിൽ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ പുത്രന് എത്രമാത്രം എന്തെല്ലാം സ്ഥാനങ്ങൾ കൊടുത്തിരുന്നു അതെല്ലാം പിതാവ് കൊടുത്തതാണ്. പിന്നെ അതേപോലെ മനുഷ്യപുത്രൻ, അവൻ 27-ാമത്തെ വാക്യം, മനുഷ്യപുത്രനാകുകയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരവും നൽകിയിരിക്കുന്നു. യേശുക്രിസ്തു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചതുകൊണ്ടാണ് ആ ഒരു അധികാരം കൂടി കൊടുത്തത്. കാരണം ന്യായവിധിയിൽ നമുക്ക് ആർക്കും ഭയപ്പെടേണ്ടി വരത്തില്ല. കാരണം നമ്മളെപ്പോലെ ഈ ഭൂമിയിൽ ജീവിച്ച് നമ്മളെപ്പോലെ എല്ലാ പരീക്ഷകളും അനുഭവിച്ച ഒരു യേശുവാണ് നമ്മളെ ന്യായം വിധിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ അവന് മുറുകെ പിടിച്ചിരുന്നാൽ നമുക്ക് ന്യായവിധി പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ അവനുമായിട്ട് ചേർന്ന് ജീവിക്കുകയാണെങ്കിൽ ന്യായവിധിക്ക് യോഗ്യമായ ശിക്ഷാവിധിക്കുള്ള ഒന്നും നമ്മൾ ചെയ്യുകയുമില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു വാക്യത്തിൽ സന്തോഷിക്കാം. നമ്മുടെ ദൈവപുത്രനായ നമ്മുടെ യേശുവാണ് നമ്മുടെ ന്യായാധിപനായിട്ട് വരുന്നതെന്ന് ഓർക്കുമ്പോൾ. പിന്നെ യേശു തൻ്റെ പ്രവൃത്തികളെ 3 പടികളിലായി ന്യായീകരിക്കുക. ഒന്നാമത് താനും പിതാവുമായുള്ള അടുത്ത ബന്ധത്തെ യേശു വിവരിക്കുന്നു. അതാണ് ഈ വാക്യങ്ങളിൽ 30 വരെയുള്ള വാക്യങ്ങളിൽ. 30-ാമത്തെ വാക്യം ഒന്നുകൂടി വായിച്ചാൽ അതിലാണ് പ്രധാനമായിട്ട് കിടക്കുന്നത്. എനിക്ക് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എൻ്റെ ഇഷ്ടം അല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത്. കൊണ്ട് എന്റെ വിധി നീതിയുള്ളത് ആകുന്നു. 30 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ 3 കാര്യങ്ങൾ മനസ്സിലാവും. ഒന്ന്, യേശുവും പിതാവും തമ്മിലുള്ള ബന്ധം. പിന്നെ അവർ രണ്ടുപേരും യോജിച്ച് പ്രവർത്തിക്കുന്നു. അവർക്ക് തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ല. എല്ലായ്പ്പോഴും അവർ യോജിച്ചാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ അതുപോലെ ന്യായം വിധിക്കാനും മരിച്ചവരെ ഉയർപ്പിക്കാനും വരെ അധികാരം യേശുവിന് കൊടുത്തിരിക്കുക പിതാവ്. അപ്പൊ അവര് ഒരാളെ സൗഖ്യമാക്കുക അല്ലെങ്കിൽ കാനായിൽ വെള്ളം വീഞ്ഞാക്കുക, ഇതൊന്നും പിതാവിൻ്റെ ഹിതത്തിനെതിരല്ല യേശു ചെയ്യുന്നത്. രണ്ടുപേരും ഒരുപോലെയാണ് പ്രവൃത്തി ചെയ്തത്. ഇനി രണ്ടാമത് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് പഠിക്കുന്നത്, തന്നെ പിന്തുണയ്ക്കാൻ യേശു 4 സാക്ഷികളെ ഒന്നൊന്നായി ക്രമത്തിൽ അണിനിരത്തുന്നത് കാണാം. ഒന്ന് യോഹന്നാൻ സ്നാപകം 31 തുടങ്ങി 35 വരെ. ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാൽ എൻ്റെ സാക്ഷ്യം സത്യമല്ല. എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് മറ്റൊരുത്തനാകുന്നു. അവൻ എന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം സത്യമെന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ യോഹന്നാന്റെ അടുക്കൽ ആളയച്ച് അവൻ സത്യത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. എനിക്കോ മനുഷ്യന്റെ സാക്ഷ്യം കൊണ്ട് ആവശ്യമില്ല. നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ അത്ര ഇത് പറയുന്നത്. അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. നിങ്ങൾ അല്പസമയത്തേക്ക് അവന്റെ വെളിച്ചത്തിൽ ഉല്ലസിക്കുവാൻ ഇച്ഛിച്ചു. അപ്പൊ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതെല്ലാം യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യമായിരുന്നു. അത് ഒരിക്കലും കള്ളവുമല്ലായിരുന്നു, അത് ശരിയായിട്ടുള്ള വാക്യങ്ങളാണ്. പിന്നെ യേശുവിൻ്റെ സാക്ഷ്യം പറയുന്നത് യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ 36-ാമത്തെ വാക്യം. അവൻ 36, എനിക്കോ യോഹന്നാന്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട്. പിതാവ് എനിക്ക് അനുഷ്ഠിക്കുവാൻ തന്നിരിക്കുന്ന പ്രവർത്തികൾ, ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെ കുറിച്ച് സാക്ഷി. അപ്പൊ തന്റെ പ്രവർത്തികൾ തന്നെ യേശുവിന് സാക്ഷ്യം പറയുകയാണ്. പിതാവാണ് എന്നെ അയച്ചത് എന്നുള്ളതിന് സാക്ഷ്യമാണ് യേശുവിന്റെ പ്രവർത്തികൾ. മൂന്നാമത് യേശുവിന് സാക്ഷ്യം പറയുന്നത് പിതാവ്. 37-ാമത്തെ വാക്യം. എന്നെ അയച്ച പിതാവ് താനും എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ അവന്റെ ശബ്ദം ഒരു നാളും കേട്ടിട്ടില്ല, അവന്റെ രൂപം കണ്ടിട്ടില്ല. പിതാവ് സാക്ഷ്യം പറയുന്നത് നമ്മൾ 2 സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. യേശുവിന്റെ സ്നാന സമയത്തും ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതുപോലെ മറുരൂപമലയിൽ പിതാവ് യേശുവിന് സാക്ഷ്യം പറയും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് നിങ്ങൾ ചെവി കൊടുക്കുവിൻ. അപ്പോൾ എപ്പോഴും പിതാവ് സാക്ഷ്യം പറയും, ഇത് എൻ്റെ പുത്രനാണ് എന്ന് പിതാവ് എപ്പോഴും സാക്ഷ്യം പറയുന്നുണ്ട്. പിന്നെ 39 വേറൊരു സാക്ഷ്യമുണ്ട്. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. അപ്പോൾ തിരുവെഴുത്തുകളും യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയാണ്, ഇവൻ ദൈവത്തിന്റെ പുത്രനാണ് എന്ന് സാക്ഷ്യം പറയാണ്. അവസാനം 40 തുടങ്ങിയുള്ള വാക്യങ്ങള് യേശു തന്നെ കുറ്റപ്പെടുത്തുന്നവരുടെ മുമ്പിൽ അവരുടെ ശിക്ഷാവിധിയെ അല്ലെങ്കിൽ നാശത്തെ തുറന്നു വയ്ക്കുന്നു. തൻ്റെ ശുശ്രൂഷയെയും അവരുടെ സ്വാർത്ഥാന്വേഷണത്തെയും യേശു തുറന്നു കാട്ടുന്നു. അവരുടെ ശിക്ഷാവിധി മോശയിൽ നിന്ന് വരുമെന്ന് യേശു പറയുന്നു. കാരണം മോശയിലാണ് അവർ
പ്രത്യാശ വെച്ചിരുന്നത്. ഓക്കെ, എന്നുവെച്ചാൽ മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവർ ശിക്ഷിക്കപ്പെടും. കാരണം ദൈവത്തിൽ ആശ്രയിക്കാതെ ഇപ്പോഴും മോശയിൽ ആശ്രയിക്കുന്നു. യേശുക്രിസ്തുവിനെ ദൈവം അയച്ചത് നിങ്ങൾ ഇവന് ചെവി കൊടുക്കാൻ പറഞ്ഞിട്ടാണ് അയച്ചത്. അപ്പോൾ വീണ്ടും നമ്മൾ ആ യേശുവിനെ മുൻപിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകുന്നത്. കാരണം 40-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, 39 പറയുന്നത്, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്തിട്ട് അതിൽ നിത്യജീവനുണ്ടെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ 40-ാമത്തെ വാക്യം, ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഇത് യഹൂദന്മാരോടാണ് പറയുന്നത്. അവർക്ക് ജീവൻ വേണമെങ്കിൽ തിരുവെഴുത്ത് പഠിച്ചതുകൊണ്ട് ജീവൻ വരത്തില്ല. അവരങ്ങനെ വിശ്വസിച്ചിരിക്കുക, ഈ ഞങ്ങൾക്ക് തന്ന തിരുവെഴുത്തുകൾ മതി ഞങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കാൻ, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പോകാനായിട്ട് എന്നാണ് അവർ വിശ്വസിച്ചത്. അവർ പറഞ്ഞ തിരുവെഴുത്തുകൾ എന്ന് പറയുന്ന മോശയുടെ ഗ്രന്ഥങ്ങളും പ്രവാചക പുസ്തകങ്ങളും ഒക്കെ ആയിരുന്നു അന്നത്തെ തിരുവെഴുത്തുകൾ. അപ്പോൾ അത് വായിച്ചതുകൊണ്ട് അവർക്ക് സ്വർഗരാജ്യത്തിൽ പോകത്തില്ല, നിത്യജീവൻ ലഭിക്കില്ല. വായിച്ചാൽ ദൈവത്തെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ശരിക്കും നമുക്ക് ജീവൻ വേണമെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ തന്നെ നമ്മൾ പോകണം. അതാണ് ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ അവർക്ക് മനസ്സിലായിരുന്നു. യേശു വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനുമായിട്ടാണ്. യോഹന്നാൻ 10:10 പറയുന്നത്. അപ്പം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമുക്ക് നിത്യജീവൻ വേണമെങ്കിൽ വേറെ ആർക്കും അത് സാധിക്കത്തില്ല, യേശുവിനല്ലാതെ. അപ്പോൾ യേശുവുമായിട്ട് ചേർന്ന് യേശുവിനോടൊപ്പം പിതാവിനെ സ്തുതിക്കുന്നവരായി നമുക്ക് മാറാം. അതിനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് മിസ്സും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതിൽ വളരെ സന്തോഷം. ഇനി തുടർന്നുള്ള പാഠങ്ങളിൽ നമുക്കിങ്ങനെ പഠിക്കാനായിട്ട് സാധിക്കും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം മിസ്സുമായിട്ട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ, അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾ ഒരിക്കൽ കൂടെ കടന്നു വരുന്ന കർത്താവേ, ഇന്ന് അവിടുന്ന് ഞങ്ങൾക്കൊരുക്കിയതായ നല്ല പാഠപഠനത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, യേശുക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ പുത്രനാണെന്നും ഞങ്ങൾക്ക് രക്ഷ ഒരുക്കിയതായ ക്രിസ്തുവാണെന്നും ദൈവം ഒരിക്കൽ കൂടി വായിക്കുവാനും പഠിക്കുവാനും ഞങ്ങളെ ഓർപ്പിച്ച കൃപയോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഓരോ ദിവസവും ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒരു പടി കൂടെ അടുക്കുന്നതായ ഒരു ജീവിതം, ആ വിശ്വാസത്തിലും പ്രത്യാശയിലും കർത്താവെ സ്നേഹത്തിലും ഞങ്ങൾ വളർന്നു വരുവാൻ അവിടുന്ന് ഞങ്ങൾ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു പിതാവിനോട് എപ്രകാരം ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചേർന്നിരുന്നുവോ അതുപോലെ ഞങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ പിതാവുമായിട്ടും കർത്താവ് യേശുക്രിസ്തുവുമായിട്ടും നല്ലൊരു ബന്ധം സ്ഥാപിക്കുവാനും അത് പുലർത്തുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം കർത്താവെ. സകലതും അടിയങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ജീവൻ വിട്ട ഞങ്ങളുടെ പൊന്നേശു തമ്പുരാന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണം നല്ല ദൈവമേ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.